നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം, മാനവയുടെ ആമുഖം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ഫിർദൌസിന്റെ മാതൃത്വ സന്തോഷത്തെക്കുറിച്ചും പുതിയ സസ്യാഹാര പ്രതിജ്ഞയെക്കുറിച്ചും കേട്ടു. എന്നാൽ ഇന്ന് കഥയിൽ ഇരുട്ട് പരക്കാൻ പോകുന്നു. ഫിർദൌസ് തന്റെ മാതാപിതാക്കളുടെ വീട്ടിലാണ്. അവിടെ അവളുടെ അത്ഭുതകരമായ ആന്തരിക പരിവർത്തനം കണ്ട് അബ്ബുവും അമ്മിയും ആശ്ചര്യപ്പെടുന്നു. മുത്തലാഖ് കാരണം ജയിലിലായ അവളുടെ മുൻ ഭർത്താവ് നാസിർ തന്റെ രോഗിയായ അബ്ബ കാരണം 15 ദിവസത്തെ പരോളിൽ മോചിതനായിരിക്കുന്നു എന്ന് ഫിർദൌസിന് അറിയില്ല. ഫിർദൌസ് ഒരു കാഫിർ ഭർത്താവിന്റെ അവൻ കരുതുന്നതുപോലെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് നാസിർ അറിഞ്ഞപ്പോൾ അവൻ കോപാകുലനായി. അവന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ: പ്രതികാരം. അമ്മയുടെ ഭയം. നാസിറിന്റെ അമ്മ ഭയപ്പെട്ടു. അമിതമായ ദേഷ്യത്തിൽ തന്റെ മകൻ ജീവനോടെ പുറത്തുവരാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യില്ലെന്ന്. അവൾ പുരോഗമന വനിതാ സംഘടനയുടെ നേതാവ് നർഗിസിനെ ഫോണിൽ വിളിച്ചു. കടാരയുടെ പ്രഹരം. നാസിർ അബ്ബുവിനെ സംസാരത്തിൽ കുടുക്കി മുറിയിലേക്ക് പാഞ്ഞുവന്ന് അലറുന്നു: നിനക്കൊരു പാഠം പഠിപ്പിക്കണം. നീ നിന്റെ വയറ്റിൽ ചുമക്കുന്ന ആ കാഫിറിന്റെ കുഞ്ഞിനെ നോക്കൂ, ഞാൻ അതിനെ ഇപ്പോൾ തന്നെ കഷണങ്ങളാക്കുന്നു. ദൈവീക അത്ഭുതം പോലെ ഒരു ഇടപെടൽ നിങ്ങൾ കേൾക്കും. കൃത്യസമയത്ത് നർഗിസും അവളുടെ സഹവനിതകളും എങ്ങനെ അകത്തേക്ക് വരുന്നു. എന്നാൽ പ്രതികാരത്തിന്റെ കടാര ഫിർദൌസിന്റെയും അവളുടെ ഗർഭസ്ഥ ശിശുവിന്റെയും അടുത്തെത്തുന്നത് തടയാൻ അവർക്ക് കഴിയുമോ? ഫിർദൌസിന് എവിടെയാണ് പരിക്കേറ്റത്? നിഷ്കളങ്കനായ ഗർഭസ്ഥ ശിശു രക്ഷപ്പെടുമോ? ആശുപത്രിയിൽ ജഡ്ജ് ഹരീഷ് ചന്ദ്ര വിഷമിച്ചിരിക്കുന്ന ഫിർദൌസിനെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നു? ഹരീഷ് ചന്ദ്രയുടെ മാന്ത്രിക സ്നേഹവും പരിചരണവും കാരണം ഫിർദൌസിന്റെ മുറിവ് എത്ര വേഗത്തിലുണങ്ങുന്നു? ഫിർദൌസ് ചോദിച്ചു. മതത്തിൽ നിന്ന് സ്നേഹിക്കാൻ പഠിക്കാതെ വെറുക്കാൻ പഠിക്കുന്ന ഈ ആളുകൾ എത്ര വിചിത്രരാണ്. ഹരീഷ് ചന്ദ്ര തന്റെ ഭാര്യയെ എങ്ങനെ ശാന്തയാക്കി? ഈ രാക്ഷസനെ അവളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ അദ്ദേഹം അവളെ ഉപദേശിച്ചത് എന്തുകൊണ്ട്? ക്രൂരതയുടെ ദംശനത്തിന്റെയും സ്നേഹത്തിന്റെ അചഞ്ചലമായ സംരക്ഷണത്തിന്റെയും ഈ കഥ കേൾക്കുക മാനവ പരിചയം എന്നതിൽ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 6: പ്രതികാരത്തിന്റെ കടാരയും സ്നേഹത്തിന്റെ സംരക്ഷണവും. ഫിർദൌസ് മാതാപിതാക്കളുടെ വീട്ടിലെത്തിയിട്ട് 2 ദിവസമായി. ഫിർദൌസ് ഗർഭിണിയാണെന്ന വാർത്ത അയൽപ്പക്കത്തും പരിചയക്കാർക്കിടയിലും ബന്ധുക്കൾക്കിടയിലും പരന്നു. പുതിയ ഫിർദൌസ് മാതാപിതാക്കളുടെ വീട്ടിൽ വന്നതിൽ ഫിർദൌസിന്റെ അമ്മിക്കും അബ്ബുവിനും അത്യധികം സന്തോഷമുണ്ട്. ഒരു വ്യക്തിയുടെ സ്വാധീനം ഒരാളുടെ രൂപത്തെ എങ്ങനെ മാറ്റാൻ കഴിയും എന്ന് അവർ അനുഭവിച്ചറിയുമ്പോൾ അത്ഭുതപ്പെടുന്നു. വിവാഹമോചനം നൽകിയ കൈപ്പേറിയ സംഭവ ദിവസം മുതൽ തന്നെ അവർ ഫിർദൌസിന്റെ മാറുന്ന വ്യക്തിത്വത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരു വക്കീലായ ശേഷവും ഫിർദൌസ് അവരുടെ വിനയമുള്ളതും ലജ്ജാശീലമുള്ളതുമായ മകളായി തുടർന്നു. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ലഭിച്ച വെല്ലുവിളി അവളിൽ ധൈര്യം നിറച്ചു. ഇതൊരു ദൈവത്തിന്റെ അത്ഭുതം എന്ന് തന്നെ പറയാം. ഫിർദൌസിന് ഹരീഷ് ചന്ദ്രയെ ലഭിച്ചു. അദ്ദേഹത്തോടൊപ്പമുള്ള ഏകദേശം 1.5 വർഷക്കാലയളവിൽ ഫിർദൌസ് അതിശയകരമായി കൂടുതൽ മാറിപ്പോയി. ഇപ്പോൾ അവൾ മാംസാഹാരം കഴിക്കാറില്ല. അവൾ ഗർഭിണിയുമാണ്. ഗർഭധാരണം കാരണം അവൾക്ക് കുറച്ച് ഭാരം കൂടിയിട്ടുണ്ട്. അവളുടെ ഇപ്പോഴത്തെ വസ്ത്രധാരണവും പെരുമാറ്റവും ഫിർദൌസിന്റെ മാന്യമായ അവസ്ഥയെ സ്ഥിരീകരിക്കുന്നു. ഇവയെല്ലാം ഫിർദൌസിൽ വന്ന ഭൗതിക മാറ്റങ്ങളാണ്. ഫിർദൌസിന്റെ അമ്മിക്കും അബ്ബുവിനും കൂടുതൽ ആശ്ചര്യം ഫിർദൌസിൽ സംഭവിച്ച ആന്തരിക പരിവർത്തനം അനുഭവിച്ചറിഞ്ഞതിലാണ്. അവർ തങ്ങളുടെ മകളെ ഇപ്പോൾ വലിയ ആത്മവിശ്വാസം നിറഞ്ഞവളായി കാണുന്നു. ധീരയായ ഒരു യോദ്ധാവിനെപ്പോലെ ധൈര്യം അവളിൽ കാണപ്പെടുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും അഹങ്കാരം ഫിർദൌസിന്റെ വ്യക്തിത്വത്തിൽ അല്പം പോലും കാണുന്നില്ല. ഫിർദൌസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും തൽക്ഷണം കാണുന്നത് വിരൽ ഞൊടിക്കുന്നത്ര ലളിതമായ കാര്യമായി മാറിയിരിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചോദിച്ചു, ഫിർദൌസ്, ഹരീഷ് ചന്ദ്ര സാഹിബ് ഒരു മന്ത്രവാദിയാണോ? ഫിർദൌസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അമ്മി, എനിക്കും അങ്ങനെ തോന്നുന്നു. നമ്മൾ കാഫിർ എന്ന് വിളിക്കുന്നവർ ഹരീഷ് ചന്ദ്രജി അങ്ങനെയുള്ള കാഫിർ പോലുമല്ല. വിവാഹ ദിവസം മുതൽ അദ്ദേഹം എന്നെ വിവാഹം കഴിച്ച ശേഷവും എന്റെ മതവിശ്വാസങ്ങൾ പഴയപടി നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങൾ അനുഭവിച്ചറിഞ്ഞതിനാൽ ഞാൻ അത്രയേറെ സ്വാധീനിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളും ചിന്തകളും സ്വയം പ്രചോദനത്താൽ എന്നിൽ ഇടം പിടിച്ചു എന്ന് സമ്മതിക്കാൻ എനിക്ക് മടിയില്ല. അബ്ബു പറഞ്ഞു, ഫിർദൌസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുസ്ലിമായി തുടരില്ല. ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഫിർദൌസ് മറുപടി നൽകി, അബ്ബു, ഹരീഷ് ചന്ദ്രജി എനിക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ ഞാൻ എന്നിൽ ഒരു വലിയ ഉത്തരവാദിത്തം അനുഭവിച്ചു. ഞാൻ തീവ്രവാദിയായി അദ്ദേഹത്തിന്റെ മുന്നിൽ സ്വാർത്ഥയായി കാണപ്പെടാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും മാറ്റാൻ അനുവദിക്കാതിരുന്നത്. എന്റെ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള വളർത്തലിനെ ആരും ഇടുങ്ങിയ ചിന്താഗതിയുള്ളതെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മി പറഞ്ഞു, ഫിർദൌസ്,
ഹരീഷ് ചന്ദ്ര സാഹിബ് നിങ്ങളെ തന്റെ നിറത്തിലേക്ക് സമർത്ഥമായി മാറ്റിയെടുത്തു. ഫിർദൌസ് ഒരു വക്കീലിനെപ്പോലെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മി, നിങ്ങൾ ഇതിനെ എന്തും വിളിച്ചോളൂ. പക്ഷേ എന്റെ ഇപ്പോഴത്തെ ഭർത്താവ് ഹരീഷ് ചന്ദ്ര, എന്റെ ആദ്യ ഭർത്താവ്, ആ നാസിറിനെ അപേക്ഷിച്ച് നിസ്സംശയം ഉന്നത നിലവാരമുള്ള പുരുഷനാണ്. ആ നാസിർ എന്നെ അത്രയേറെ നിരാലംബയാക്കി. എന്റെ ജീവൻ തന്നെ അപകടത്തിലായി. ഞാൻ അന്ന് രക്ഷപ്പെട്ടിരുന്നില്ലെങ്കിൽ എന്റെ മതം കൊണ്ട് എന്തു പ്രയോജനമുണ്ടായിരുന്നു? അബ്ബുവും അമ്മിയും അപ്പോൾ ഫിർദൌസിനോട് വിയോജിച്ചിട്ടും 4 ദിവസത്തേക്ക് വീട്ടിൽ വന്ന മകൾ ഇവിടെ ദുഃഖത്തിൽ സമയം ചെലവഴിക്കരുതെന്ന് കരുതി നിശബ്ദരായി. ഇവിടെ ഫിർദൌസിന് അറിയില്ല, നാസിർ ഈ സമയം തന്റെ അബ്ബയുടെ ഗുരുതരമായ അസുഖം കാരണം 15 ദിവസത്തെ പരോളിൽ മോചിതനായിരിക്കുന്നു എന്ന്. അവൾ തന്റെ മുൻ ഭർത്താവ് നാസിറിനെ ഈ രീതിയിൽ അവജ്ഞയോടെ ഓർക്കുന്ന അതേ നിമിഷം അവിടെ നാസിർ ഫിർദൌസ് കാഫിർ ഭർത്താവിനാൽ അവന്റെ ചിന്തയനുസരിച്ച് ഗർഭിണിയായ വിവരം അറിഞ്ഞ് കോപം കൊണ്ട് തിളക്കുകയാണ്. താൻ കാഫിർ അല്ലായിരുന്നിട്ടും ഫിർദൌസിന്റെ ജീവിതം നരകമാക്കാൻ താൻ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് യുക്തിപരമായ ബുദ്ധി ഉപയോഗിച്ച് അംഗീകരിക്കാൻ അവന് കഴിയുന്നില്ല. മുത്തലാഖ് കാരണം തനിക്ക് 3 വർഷത്തെ തടവ് ലഭിച്ചതിലല്ല, വിവാഹമോചനത്തിനു ശേഷം ഫിർദൌസ് ഒരു കാഫിറിനെ വിവാഹം കഴിച്ചതിലാണ് നാസിറിന് ഫിർദൌസിനോട് ഇത്രയധികം ദേഷ്യം. ഇപ്പോൾ അവൻ ഫിർദൌസിന്റെ ഗർഭധാരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഫിർദൌസിന്റെ ഗർഭസ്ഥ ശിശു ഓരോ നിമിഷവും തന്നെ ഒരു തേളിനെപ്പോലെ കുത്തുന്നതായി അവൻ അനുഭവപ്പെടുന്നു. തേളിന്റെ കുത്തേറ്റതുപോലുള്ള ഈ അനുഭവം ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനെ വേദനിപ്പിക്കുന്നു. തന്റെ രോഗിയായ അബ്ബയെ പരിചരിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചികിത്സയെക്കുറിച്ചുമുള്ള ആശങ്ക ഉപേക്ഷിച്ച് ഫിർദൌസിനോട് എങ്ങനെ പ്രതികാരം ചെയ്യാം, അവളെ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാം എന്ന് ആസൂത്രണം ചെയ്യുന്നതിൽ അവൻ മുഴുകിയിരിക്കുകയാണ്. അടുത്ത ദിവസം അവൻ 25 കിലോമീറ്റർ അകലെയുള്ള ഫിർദൌസിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. അപ്പോൾ അവന്റെ ചിന്തകൾ അവന്റെ അമ്മയ്ക്ക് ഭയാനകമായി തോന്നി. തന്റെ ഏക മകൻ ഇതിനകം ശിക്ഷ അനുഭവിക്കുന്നു എന്നോർത്ത് അവന്റെ അമ്മ വിഷമിച്ചു. അമിതമായ ദേഷ്യത്തിൽ അവൻ ജീവനോടെയിരിക്കുമ്പോൾ ജയിലിന് പുറത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യില്ലെന്ന് അവൾ ഭയന്നു. ഈ ആശങ്കയിൽ അമ്മ നാസിറിനെ തടഞ്ഞു. അമ്മ തടഞ്ഞിട്ടും അവൻ നിർത്താതിരുന്നപ്പോൾ നിസ്സഹായയോടെ നാസിറിന്റെ അമ്മ തങ്ങളുടെ സമുദായത്തിലെ പുരോഗമന വനിതാ സംഘടന നടത്തുന്ന നർഗിസിനെ ഫോണിൽ വിവരമറിയിച്ചു. അമ്മ നർഗിസിനോട് പറഞ്ഞു, മോളെ നർഗിസ്, എന്റെ മകൻ നാസിർ ഒരു കടാരയും അപകടകരമായ ഉദ്ദേശ്യവുമായി ഫിർദൌസിന്റെ അബ്ബയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. തുടർന്ന് അവൾ വിലാസം നൽകിക്കൊണ്ട് നർഗിസിനോട് അപേക്ഷിച്ചു, ദയവായി നിങ്ങൾ ഫിർദൌസിനെ അവന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കൂ. ഇതിനിടയിൽ താഴെ തുറന്നപ്പോൾ ഫിർദൌസിന്റെ അബ്ബു വാതിൽ തുറന്നു. നാസിർ വരുന്നത് കണ്ടപ്പോൾ അവന്റെ അപകടകരമായ ഉദ്ദേശത്തെക്കുറിച്ച് അറിയാതെ അദ്ദേഹം സ്നേഹത്തോട് പറഞ്ഞു, ഓ നാസിർ മോനെ, നീയാണോ? ഇങ്ങോട്ട് വന്നിരിക്കൂ. ഇത് പറഞ്ഞുകൊണ്ട് അബ്ബു അവനെ സോഫയിലിരിക്കാൻ ആംഗ്യം കാണിച്ചു. ഇരുന്ന ശേഷം സ്വയം സാധാരണക്കാരനെന്ന് നടിച്ചുകൊണ്ട് നാസിർ ചോദിച്ചു, ഞാൻ കേട്ടു, ഫിർദൌസ് ഇവിടെയുണ്ടോ? നാസിറിന്റെ ഉള്ളിൽ ഭയങ്കരമായ വെറുപ്പ് നിറഞ്ഞിരുന്നുവെന്ന് അബ്ബുവിന് ഊഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സമ്മതത്തോടെ തലയാട്ടി. അതോടൊപ്പം ഫിർദൌസിനെ വിളിച്ചു. ഫിർദൌസ്, അകത്തേക്ക് വാ, ആരാണ് വന്നതെന്ന് നോക്കൂ. ഇതുകേട്ട് ഫിർദൌസ് അകത്തുനിന്ന് വന്നു. നാസിറിനെ കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. പക്ഷേ ഭയപ്പെട്ടില്ല, കാരണം അവൾ സ്വന്തം വീട്ടിലായിരുന്നു. അബ്ബുവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. ഫിർദൌസ് ചോദിച്ചു, നിങ്ങളുടെ ശിക്ഷ പൂർത്തിയായോ? നാസിർ ഇതിന് ഉത്തരം പറയാതെ പറഞ്ഞു, ഫിർദൌസ്, നിങ്ങൾ എന്നിൽ നിന്ന് വിവാഹമോചനം നേടി, അതൊന്നും സാരമില്ല. നിങ്ങൾ എന്തിനാണ് ഒരു കാഫിറിനെ വിവാഹം കഴിച്ചത്? ഫിർദൌസ് മറുപടി പറഞ്ഞു, കാരണം ആ കാഫിറിന് ദേഷ്യത്തിൽ മുത്തലാഖ് ചൊല്ലി 1 മിനിറ്റിനുള്ളിൽ ഭാര്യയെ നിരാലംബയാക്കാൻ കഴിയില്ല. ഈ വാക്കുകളിൽ കുപിതനായി അതുവരെ സാധാരണയായി കാണപ്പെടാൻ ശ്രമിച്ചിരുന്ന നാസിർ അലറിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. അവൻ അലറിക്കൊണ്ട് പറഞ്ഞു, നാണം കെട്ട സ്ത്രീ, നീ അധികം സംസാരിക്കുന്നു. നിനക്കൊരു പാഠം പഠിപ്പിക്കണം. നീ നിന്റെ വയറ്റിൽ ചുമക്കുന്ന ആ കാഫിറിന്റെ കുഞ്ഞിനെ നോക്കൂ, ഞാൻ അതിനെ ഇപ്പോൾ തന്നെ കഷണങ്ങളാക്കുന്നു. ഈ കാഴ്ച കണ്ട് അബ്ബു വിറക്കാൻ തുടങ്ങി. നാസിർ തന്റെ കയ്യിൽ ഒളിപ്പിച്ച കടാരെടുത്തു. അപ്പോഴേക്കും ദൈവീക അത്ഭുതം പോലെ നർഗിസും അവളുടെ 4 സഹപ്രവർത്തകരായ സ്ത്രീകളും തുറന്ന വാതിലിലൂടെ മുറിയിലേക്ക് പ്രവേശിച്ചു. ഫിർദൌസിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് വന്ന നാസിറിനെ അവരെല്ലാം പിന്നിൽ നിന്ന് പിടിച്ചു. ഉടൻ തന്നെ ഫിർദൌസ് അകത്തേക്ക് പോകാൻ തിരിഞ്ഞു. സ്ത്രീകളുടെ പിടിയിൽ നിന്ന് നാസിറിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ കടാര ഫിർദൌസിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ഫിർദൌസിന്റെ വയറ്റിൽ കടാര തറയ്ക്കുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശ്യം. പക്ഷേ ഫിർദൌസ് അകത്തേക്ക് പോകാൻ തിരിഞ്ഞതിനാൽ അത് അവളുടെ ഇടത് ഇടുപ്പിലാണ് തട്ടിയത്. ഫിർദൌസ് അലറി. അകത്തുനിന്ന് വന്ന അവളുടെ അമ്മ അവളെ തന്റെ കൈകളിൽ താങ്ങിയില്ലായിരുന്നെങ്കിൽ അവൾ വീണുപോകുമായിരുന്നു. അപ്പോഴേക്കും ഈ ബഹളവും ശബ്ദവും കേട്ട് അടുത്തുള്ള ചില ആളുകൾ എത്തി. അവർ നാസിറിനെ നിയന്ത്രിച്ചു. പിന്നീട് പെട്ടെന്ന് കോളുകൾ വിളിച്ചു. ആദ്യം ആംബുലൻസ് എത്തി. അത് ഫിർദൌസിനെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം പോലീസ് വാനെത്തി. നാസിറിനെ കസ്റ്റഡിയിലെടുത്തു. ഫിർദൌസ് എത്തുന്നതിനു മുൻപേ ഹരീഷ് ചന്ദ്ര ആശുപത്രിയിൽ എത്തിയിരുന്നു.
സ്ട്രെച്ചറിനൊപ്പം നടന്ന് അദ്ദേഹം ഫിർദൌസിന് ധൈര്യം നൽകി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം ഫിർദൌസിന്റെ മനോബലം വർദ്ധിപ്പിച്ചു. തുടർന്ന് ഡോക്ടർ ഉടൻ ചികിത്സ ആരംഭിച്ചു. ഫിർദൌസ് ആശങ്കയോടെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, എന്റെ കുഞ്ഞിന്റെ ജീവന് എന്തെങ്കിലും അപകടമുണ്ടോ? ഡോക്ടർ അറിയിച്ചു, മുറിവ് പിന്നിലും താഴത്തെ ഭാഗത്തുമായതുകൊണ്ട് കുഞ്ഞിന് ഒരു അപകടവുമില്ല. ഫിർദൌസ് ഗർഭിണിയായതിനാൽ ലോക്കൽ അനസ്തേഷ്യ നൽകുന്നതും ഉചിതമല്ല. അപ്പോൾ ഫിർദൌസ് ധൈര്യത്തോടെ തുന്നലിടുന്ന വേദന സഹിച്ചു. മുറിവ് ആഴം കുറവും നീളം കൂടുതലുമായിരുന്നു. കൂടുതൽ തുന്നലുകൾ ഇടേണ്ടിവന്നു. അരമണിക്കൂറിന് ശേഷം ഫിർദൌസിനെ ഓപ്പറേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവൾ ക്ഷീണിച്ചിരുന്നു. ഹരീഷ് ചന്ദ്ര വലിയ സ്നേഹത്തോടെ പറഞ്ഞു, ഫിർദൌസ്, നിങ്ങൾ വലിയ ധൈര്യം കാണിച്ചു. വലിയ വിപത്ത് ഇപ്പോൾ ഒഴിഞ്ഞുപോയി. എല്ലാം വേഗം ശരിയാകും. 3 മണിക്കൂർ ആശുപത്രിയിൽ കിടത്തിയ ശേഷം ഹരീഷ് ചന്ദ്രജി ഫിർദൌസിനെ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു. അദ്ദേഹം തന്നെ അവധിയെടുത്തു. ഫിർദൌസിന്റെ പരിചരണത്തിലും ശുശ്രൂഷയിലും അദ്ദേഹം സ്വയം മുഴുകി. ഭർത്താവിന്റെ ഈ സ്നേഹപ്രകടനം ഫിർദൌസിൽ ഒരു മാന്ത്രിക സ്വാധീനം ചെലുത്തി. ഇതുകാരണം ഫിർദൌസിന്റെ മുറിവ് അതിവേഗം ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ ഒരു ഉച്ചതിരിഞ്ഞ് തന്റെ തല ഹരീഷ് ചന്ദ്രജിയുടെ മടിയിൽ വെച്ച് ഫിർദൌസ് വിഷമത്തോടെ പറയുകയാണ്, മതത്തിൽ നിന്ന് സ്നേഹിക്കാൻ പഠിക്കാതെ വെറുക്കാൻ പഠിക്കുന്ന ഈ ആളുകൾ എത്ര വിചിത്രരാണ്. ശിക്ഷിക്കപ്പെടുമ്പോൾ പോലും അവർ ശരിയായ പാഠം പഠിക്കുന്നില്ല. സ്വന്തം സ്ത്രീകളുടെ മുന്നിൽ അവർ സിംഹങ്ങളാണ്. മറ്റുള്ളവരുടെ സ്ത്രീകളുടെ പിന്നാലെ ഭയന്ന പൂച്ചകളെപ്പോലെ നടക്കുന്നു. ഇവരെ എങ്ങനെ നന്നാക്കാൻ കഴിയുമെന്ന് മനസ്സിലാകുന്നില്ല. ഹരീഷ് ചന്ദ്ര പറഞ്ഞു, ഫിർദൌസ്, നിങ്ങൾ ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് സ്വയം മുക്തയായിരിക്കുക. ആ മനുഷ്യനെ നിങ്ങളുടെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും നീക്കം ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നമ്മുടെ കുഞ്ഞുണ്ടെന്ന് ചിന്തിക്കുക. അവന്റെ നിഴലും നെഗറ്റീവ് ചിന്തകളും അതിൽ നല്ല സ്വാധീനം ചെലുത്തുകയില്ല. ഫിർദൌസ് പറഞ്ഞു, ശരി, നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ ചിന്തകളെ ഇപ്പോൾ തന്നെ പുറത്തേക്കെറിയുന്നു. പക്ഷേ എന്റെ പ്രാർത്ഥന ഇതാണ്, അങ്ങനെയുള്ള ഒരു രാക്ഷസനെ മനുഷ്യൻ എന്ന് വിളിച്ച് മനുഷ്യനെ അപമാനിക്കരുത്. അവൻ എന്റെ ഗർഭസ്ഥനായ നിഷ്കളങ്ക ശിശുവിനെ ബലി കൊടുക്കുന്ന മൃഗത്തെപ്പോലെയാണ് കണക്കാക്കിയത്. ഇപ്പോൾ നിങ്ങൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിൽ ജമന എഴുതിയ അവലോകനം, വിമർശനം, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കുക. ഉപശീർഷകം, പ്രതികാരത്തിന്റെ കടാരയും സ്നേഹത്തിന്റെ സംരക്ഷണവും. ഈ എപ്പിസോഡ് മതമൗലികവാദത്തിന്റെ മനുഷ്യത്വരഹിതമായ വശത്തെയും സാമൂഹിക പുരോഗമനത്തിന്റെ ശക്തിയെയും ഒരേ വേദിയിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നു. സ്നേഹത്തിന്റെ കൊട്ടാരം പണിയുന്നതിന് വെറുപ്പിന്റെ ഘടകങ്ങളെ വേരോടെ പിഴുതെറിയേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന് ഇത് തെളിയിക്കുന്നു. 1. നാസിർ, മൗലികവാദത്തിന്റെ മാരകമായ പരിണതഫലം. നാസിറിന്റെ കഥാപാത്രം ഇവിടെ യാഥാസ്ഥിതിക അഹങ്കാരത്തിന്റെ ഏറ്റവും വികൃതമായ രൂപം കാണിക്കുന്നു. ജയിലിൽ പോയതിൽ അവന് ദുഃഖമില്ല. ഫിർദൌസ് അവന്റെ മതത്തിന് പുറത്ത് വിവാഹം കഴിച്ചതിലൂടെ പ്രതികാരം ചെയ്തു എന്നതിലാണ് ദുഃഖം. തേളിന്റെ കുത്തേറ്റതുപോലുള്ള ഗർഭസ്ഥ ശിശുവിന്റെ അനുഭവം അവന്റെ അസൂയയുടെയും പുരുഷാധിപത്യത്തിന്റെയും അജ്ഞതയുടെയും പ്രതീകമാണ്. കടാരയുമായി ഫിർദൌസിന്റെ മാതാപിതാക്കളുടെ വീട്ടിൽ അവന്റെ വരവ് നിയമപരമായ ശിക്ഷയ്ക്ക് പോലും മതഭ്രാന്തിന്റെ വേരിനെ ഇല്ലാതാക്കാൻ കഴിയില്ല, മറിച്ച് അതിനെ കൂടുതൽ തീവ്രമാക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നു. നാസിറിന്റെ പ്രവൃത്തി മനുഷ്യത്വരഹിതമാണ്. നിഷ്കളങ്കനായ ശിശു, കാഫിർ, പിതാവിന്റെ സന്തതിയായതിനാൽ അവൻ അതിനെ ബലി നൽകേണ്ട മൃഗത്തെപ്പോലെയാണ് കണക്കാക്കുന്നത്. 2. പുരോഗമനത്തിന്റെ അത്ഭുതം. നർഗിസിന്റെയും അവളുടെ സഹപ്രവർത്തകരായ സ്ത്രീകളുടെയും ദൈവികമായ അത്ഭുതം പോലെയുള്ള പ്രവേശനം കഥയ്ക്ക് ഒരു പ്രധാന സാമൂഹിക മാനം നൽകുന്നു. സാമൂഹിക പരിഷ്കരണത്തിനായുള്ള പോരാട്ടം ഇപ്പോൾ കോടതികളിൽ മാത്രമല്ല, യാഥാർത്ഥ്യത്തിലും നടക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. നാസിറിന്റെ അമ്മയുടെ വിവേകപൂർണമായ തീരുമാനം നർഗിസിനെ വിളിച്ചത് പരമ്പരാഗത കുടുംബത്തിലെ ധാർമ്മികതയെയും പുത്രവാത്സല്യത്തിൽ നിന്ന് ഉടലെടുത്ത നന്മയെയും പ്രതിഫലിപ്പിക്കുന്നു. സ്ത്രീകളുടെ കൂട്ടായ്മ ബലത്താലല്ല, സംഘടിത പ്രതിരോധത്തിലൂടെയാണ് അക്രമത്തിന് മറുപടി നൽകുന്നത്. ഈ രംഗം സ്ത്രീകളുടെ ഐക്യത്തിന്റെ ശക്തിയെ എടുത്തു കാണിക്കുന്നു. 3. സ്നേഹത്തിന്റെ അന്തിമ കോടതി. ആശുപത്രി രംഗം വൈകാരികമായ ഉച്ചസ്ഥായിയിലാണ്. ഹരീഷ് ചന്ദ്ര ഫിർദൌസിനെ ആശ്വസിപ്പിക്കുന്നത് ഭയത്തിനും വേദനയ്ക്കുമിടയിൽ അവളുടെ മനോബലം വർദ്ധിപ്പിക്കുന്നു. ലോക്കൽ അനസ്തേഷ്യയില്ലാതെ തുന്നലിടുന്ന വേദന ഫിർദൌസ് സഹിക്കുന്നത് അവളുടെ അസാമാന്യ ധൈര്യത്തിനും ഗർഭിണിയായ ഒരമ്മയുടെ ദൃഢനിശ്ചയത്തിനും തെളിവാണ്. രാക്ഷസനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അവൾ ഹരീഷ് ചന്ദ്രയ്ക്ക് വ്യക്തമാക്കുന്നത് യഥാർത്ഥ മതം വെറുപ്പിലല്ല, മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന് തെളിയിക്കുന്നു. ഹരീഷ് ചന്ദ്രയുടെ സ്നേഹവും ഫിർദൌസിന്റെ ധൈര്യവും വെറുപ്പിന്റെ കടാര അവരുടെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ സന്തോഷകരമായ ഭാവിയെ നശിപ്പിക്കില്ല എന്നുറപ്പാക്കുന്നു. ഉപസംഹാരം. ഈ എപ്പിസോഡിൽ പുരുഷാധിപത്യത്തിന്റെ ക്രൂരത പരാജയപ്പെടുന്നു, സ്നേഹത്തിന്റെ സൗഹൃദവും സാമൂഹിക വിവേകവും വിജയിക്കുന്നു. എപ്പിസോഡ് 6 സമാപിച്ചു.